Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് അനലറ്റിക്സ്. ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഏതൊക്കെയാണ് എസ്സേ ടോപ്പിക്സ്, ദെൻ ചങ്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് അനലറ്റിക്സ്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ 4 ബ്ലോക്കുകൾ വരുന്നത്. ബ്ലോക്ക് നമ്പർ 1 ബിസിനസ് അനലറ്റിക്സ്, ദെൻ ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ്, നമ്പർ 2 ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ്, ദെൻ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. ഇതാണ് 4 ബ്ലോക്കുകൾ വരുന്നത്. സോ ഇതിൽ ഏതെങ്കിലും 2 ബ്ലോക്കുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് 2 എസ്സേ കിട്ടും. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ഒരു 2 ചോദ്യം 3 ചോദ്യം വരെ ലഭിക്കും. ദെൻ 5 മാർക്കിൻ്റെ ഒരു 3 ചോദ്യം വരെ നമുക്ക് എന്തായാലും കിട്ടും. സോ അങ്ങനെ 2 ബ്ലോക്കുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ബ്ലോക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് കിട്ടും എന്നുള്ളതാണ്. ഫസ്റ്റ് 2 ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഡെപ്തിലല്ല, ബട്ട് ഫസ്റ്റ് ബ്ലോക്കിൽ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കഴിയാത്തവർക്ക് ഫസ്റ്റ് 2 ബ്ലോക്കുകൾ നോക്കിയാൽ തന്നെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും 2 ബ്ലോക്സ് നോക്കിയാൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ചില ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അത് നമുക്ക് പിക്ക് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയണത് ഈ 4 ബ്ലോക്കുകളിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ആ ബ്ലോക്ക് പഠിച്ചു തുടങ്ങാം. ഈസിയസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 2. അതിൻ്റെ പ്രത്യേകത കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവസാനം പഠിക്കുന്ന കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം ഈ പറയുന്ന ബ്ലോക്ക് നമ്പർ 2 വെച്ചിട്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 4ലോട്ട് പോവുകയാണെങ്കിൽ അതിലും ഈസിയസ്റ്റ് ഏരിയാസ് ഉണ്ട്. ബ്ലോക്ക് നമ്പർ 4ലെ യൂണിറ്റ് നമ്പർ 1 കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ നിന്ന് എസ്സേ എന്തെങ്കിലും ലഭിക്കും. അതുപോലെ തന്നെ യൂണിറ്റ് നമ്പർ 2. അപ്പോൾ ബുദ്ധിമുട്ടാണ്, വായിച്ച് അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ബ്ലോക്ക് നമ്പർ 2, 4 എന്ന് പറയുന്നത് ഈസി ഏരിയാസ് ആണ്. ബാക്കിയുള്ള ഏരിയാസിലോട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് മിനിമം പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ യൂണിറ്റിലോട്ട് കിടക്കാം ബ്ലോക്ക് വൈസ്. നമ്പർ 1, അതിൽ യൂണിറ്റ് നമ്പർ 1 ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. നമുക്ക് ആദ്യം ബിസിനസ് എൻ്റർപ്രൈസ് എന്താണെന്നുള്ളത്, അതിന് ശേഷം ഫങ്ഷൻസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. ഈസി ഏരിയ ആണ്, 5 മാർക്കിൻ്റെ വരാറുണ്ട് കേട്ടോ. എന്ത് എഴുതിയാലും മാർക്കാന്ന് പറയുന്ന സംഭവമാണ്. ലാൻഡ് ലൈബ്രറി ക്യാപിറ്റൽ ഓൺട്രപ്രണർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. വന്നിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് ഇതിൽ കോർ ബിസിനസ് പ്രോസസ്സ് കാണാൻ സാധിക്കും. എഗെയിൻ അത് 5 മാർക്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എസ്സേ ടോപ്പിക്സ് ആണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. യൂസ് ഓഫ് IT ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു പ്രാവശ്യം അത് 5 മാർക്കിൻ്റെനും വന്നിട്ടുണ്ട്. എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. യൂസ് ഓഫ് ഇത് മിക്സ് ചെയ്തിട്ട് ചോദിക്കാം. യൂസ് ഓഫ് IT ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ്. അപ്പോൾ മാറി മാറി വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഒന്നുകിൽ എസ്സേ, അതല്ലെങ്കിൽ 5 മാർക്ക്. ഇന്നോവേറ്റീവ് ടെക്നോളജീസോ അതല്ലെങ്കിൽ കുറേയൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുള്ളതാണ്. യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എസ്സേക്കോ 5 മാർക്കോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എഗെയിൻ എസ്സേ ടോപ്പിക്കാണ്. ERP എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു വയ്ക്കുക. എസ്സേ ആയിട്ട് റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് മുടിയുള്ള കാര്യങ്ങൾ.
ദെൻ 5 മാർക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഒരു എസ്സേ 5 മാർക്കിൻ്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 25 മാർക്ക് മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂണിറ്റാണിത്. അപ്പോൾ അതിൽ ERPO അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഓർ IT-യുടെ അതിലേതെങ്കിലും ഒരെണ്ണം SCക്ക് ചോദിക്കാം. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ ഈ പറയുന്ന ടോപ്പിക്കുകൾ മാറി മാറി ഇടാറുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഉണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്ക് ഏത് കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ ലാസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഏരിയയും SCക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് 5 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ യൂണിറ്റ് നമ്പർ 1. യൂണിറ്റ് നമ്പർ 1 കുറച്ച് വലുതാണ്. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2 അനലറ്റിക്സ് ആണ്. ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു ചോദ്യവും 2 മാർക്കിൻ്റെ ഒരെണ്ണമാണ് കണ്ടുവരാറ്. ഡാറ്റ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ 5 മാർക്കിൻ്റെ ചോദ്യം. ഇതാണ് ഇതിൽ നിന്ന് കണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡാറ്റ അനലറ്റിക്സിൻ്റെ ടൈപ്സ്, ഇത് 5 മാർക്കാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. അനലറ്റിക്കൽ സോഫ്റ്റ്വെയർ എന്താണെന്ന് 2 മാർക്സിലേക്ക് നോക്കി വയ്ക്കാമെന്ന് മാത്രം. മെയിനായിട്ട് നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനും പിന്നെ ടൈപ്സ് ഓഫ് അനലറ്റിക്സ്, ഇതാണ് മെയിൻ ടോപ്പിക്സ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ നിന്നൊരു എസ്സേ 5 മാർക്കിൻ്റെ 2 എണ്ണം. യൂണിറ്റ് നമ്പർ 2 നിന്ന് 5 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഒന്നെങ്കിൽ ടൈപ്സ് ഓഫ് ഡാറ്റ അനലറ്റിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2 ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആണ് ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ബ്ലോക്ക് നമ്പർ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഞാൻ യൂണിറ്റ് നമ്പർ 2 ആണ് ഉദ്ദേശിച്ചത്. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2 അതാണ് കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അത് വേഗം പിക്ക് ചെയ്ത് അവസാനിപ്പിക്കാം. ഇനി ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് മൾട്ടി ഡൈമെൻഷണൽ OLAP. അത് 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും പ്രതീക്ഷിക്കാം. OLAP മൾട്ടി ഡൈമെൻഷണൽ അതിൻ്റെ കീ പോയിൻറ്റ്സ്, അതുപോലെ അതിൻ്റെ മൾട്ടി ഡൈമെൻഷണൽ OLAPയുടെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് 5 മാർക്കിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ആ രീതിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. കൂടുതൽ അതാണ് പ്രതീക്ഷിക്കുന്നത്. റാഷണൽ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഉണ്ട്, കുറച്ച് ടെക്നിക്കലായിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ 5 മാർക്കിൻ്റെ ഈ ROLAP, MOLAP, HOLAP ഇതിൻ്റെ ഡിഫറൻസ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. 3നും പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 5 മാർക്സ് ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് എസ്സേ ആണ്. DSS, EAS, MIS ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എഴുതാനും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇതാണ് എസ്സേ ടോപ്പിക്ക്. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് MIS ആണ്. 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. MISന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ബാക്കിയുള്ള 2 ചിലപ്പോൾ 2 മാർക്കിന് അങ്ങനെയൊക്കെ ആയിരിക്കാൻ ചോദിക്കുക. അപ്പോൾ 3നും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, MIS ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ കണ്ടുവരാറ്. കൂടുതൽ സാധ്യത MIS തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഫൈനലി 5 മാർക്സിൻ്റെ ചോദ്യമാണ് ഡിജിറ്റൽ ഡാഷ്ബോർഡിൻ്റെ അഡ്വാൻറ്റേജസ് ഇതിൽ നിന്ന്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ 3 MIS, DAS, DSS, EAS ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എസ്സേ ടോപ്പിക്ക്. ഡിജിറ്റൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ മൾട്ടി ഡൈമെൻഷണൽ OLAP ആ 3 എണ്ണത്തിൻ്റെ ഡിഫറൻസ് കാര്യം പറഞ്ഞില്ലേ, അത് 5 മാർക്സിൻ്റെ ചോദ്യം. ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അതാണ് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്.
ബിസിനസ് ഇൻ്റലിജൻസ്. SAക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ബിസിനസ് ഇൻ്റലിജൻസ്. 2 മാർക്കിൻ്റെ ബിസിനസ് ഇൻ്റലിജൻസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതണം. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ വരാറുള്ളതാണ് ബിസിനസ് ഇൻ്റലിജൻസും ബിസിനസ് അനലറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. നോക്കി വയ്ക്കാം, ഒന്നുകിൽ ഇപ്പോൾ 2 മാർക്സ് ആവാം. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇതിൽ നിന്നാണ് essay വരാമെന്നുള്ളത്. അതിൽ ഇപ്പോൾ മേജർ കോമ്പോണൻസ് ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ് ഉണ്ട്, അത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. essayക്ക് മെയിനായിട്ട് വരുന്നത് ബെനഫിറ്റ്സ് അതുപോലെ തന്നെ യൂസസ് ആണ്. ബെനഫിറ്റ്സ് ആക്ച്വലി 5 മാർക്കാണ്. അതുപോലെ തന്നെ ലെയേഴ്സ് ഉണ്ട് ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ലെയേഴ്സ്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെയർ പ്രതീക്ഷിക്കുന്നു, ബിസിനസ് ലെയറോ അഡ്മിനിസ്ട്രേഷൻ ലെയറോ ഇംപ്ലിമെൻറ്റേഷൻ ലെയർ. കൂടുതൽ ഞാൻ അഡ്മിനിസ്ട്രേഷനോ ബിസിനസ് ലെയറോ, ബിസിനസ് ഇൻ്റലിജൻസിലെ ലെയേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിൽ ബിസിനസ് ലെയറോ അഡ്മിനിസ്ട്രേഷൻ ലെയറോ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി essay ടോപ്പിക് യൂസസ് ഓഫ് BI, ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ യൂസസ് essay ടോപ്പിക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ യൂസസ് ഫോർ ബിസിനസ് ഇൻ്റലിജൻസ് ഇൻ മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്, പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു essay ടോപ്പിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു യൂസസ് BIയുടെ. ഓക്കെ, അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ യൂസസ് essay ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മേജർ കോമ്പോണൻസ് 5 മാർക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് essay വരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മുമ്പുള്ള യൂണിറ്റിൽ നിന്ന് നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, ഡാറ്റ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ്. അപ്പോൾ അതിലാദ്യം ഡാറ്റ വെയർ ഹൗസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡാറ്റ മാർട്ട് എന്താണെന്നുള്ളതുണ്ട്. ഡാറ്റ വെയർ ഹൗസ് എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാറ്റ മാർട്ട് 2 മാർക്സ് ആണ്. അതിൻ്റെ ബെനഫിറ്റ്സും 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ഡാറ്റ വെയർ ഹൗസിൻ്റെ ബെനഫിറ്റ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ് 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഡാറ്റ സ്റ്റേഗിങ് എന്താണെന്നുള്ളത് 2 മാർക്സ്. ഡാറ്റ സോഴ്സസ് ഉണ്ട്, മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡാറ്റ സോഴ്സോ ഡാറ്റ സ്റ്റാഗിങ്ങോ 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നിർബന്ധമായും ഫോക്കസ് ചെയ്യുക. ഇനി അതിനുശേഷം ഡാറ്റ ഇൻറ്റഗ്രേഷൻ SAക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ അപ്രോച്ചസ് എഴുതാൻ വേണ്ടിയിട്ട് അഡ്വാൻറ്റേജസ് 5 മാർക്സ് ചോദ്യമാണ്. കൂടുതൽ SAക്കുള്ളൊരു ടോപ്പിക്കാണ് അപ്രോച്ചസ് ഓഫ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ. കുറച്ചൊരു ടെക്നിക്കൽ ഏരിയ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്, എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് പാടുണ്ട്. അപ്രോച്ചസും അതുപോലെ തന്നെ ഇഷ്യൂസും മിക്സ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്ക് SAക്ക് ചോദിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി ഡാറ്റ ക്വാളിറ്റി ഡയമെൻഷൻ, ഡാറ്റ ക്വാളിറ്റി എന്താണെന്നുള്ളത് നോക്കിയോളോ. അതിൻ്റെ ഡയമെൻഷൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ് ഡാറ്റ മോഡലിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഡാറ്റ ബേസ് 2 മാർക്സിൻ്റെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ കാർഡിനാലിറ്റി റിലേഷൻഷിപ്പ് എന്താണ് 2 മാർക്സ് കേട്ടോ. കാർഡിനാലിറ്റി റിലേഷൻഷിപ്പ് 2 മാർക്സ്. അതിനുശേഷം ഡാറ്റ മോഡൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് SAക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ ഡാറ്റ മോഡലിംഗ് ടെക്നിക്സും മിക്സ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം essay ടോപ്പിക്കാണ് കേട്ടോ. ഡാറ്റ മോഡൽസിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ അതിൻ്റെ മോഡലിംഗ് ടെക്നിക്സും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് കിടക്കുമ്പോൾ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ആണ്. SAക്ക് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ആണ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. ബിസിനസ് റിപ്പോർട്ട് 2 മാർക്സ് ചോദ്യം. അതിനുശേഷം എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ആൻഡ് ബെനഫിറ്റ്സ് SAക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ഇത് essay ടോപ്പിക്കാണ്. ആ രീതിയിൽ നോക്കി വയ്ക്കുക. അതിനുശേഷം അഡ് ഹോക്ക് അനാലിസിസ് എന്താണ്, അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. 5 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ് ബിസിനസ് പെർഫോമൻസ്. അലക്സ സ്റ്റോപ്പ്. മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ് ബിസിനസ് പെർഫോമൻസ് മെഷർമെൻറ്റ് ടൂൾസ് ആണ്. കുറച്ചധികം വായിക്കാനുള്ളൊരു ഏരിയ ആണ്. അതിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 5 മാർക്കിൻ്റെ ഏരിയ ആണ്. എന്താണ് KPI എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 5 മാർക്സിൻ്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ ബാലൻസ് സ്കോർ കാർഡ് ഉണ്ട്. അതിൻ്റെ പെർസ്പെക്റ്റീവ്സ്
ഒരു എസ് എക്ക് ഉള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് അടക്കം ഒരു എസ് എക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എസ് എക്ക് ഇട്ടിട്ടില്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആവാം. ബാലൻസ് സ്കോ കാർഡോ KPAയോ മാറി മാറി വരാറുണ്ട്. അപ്പം എന്തായാലും നോക്കി വയ്ക്കുക. ലാസ്റ്റ് ഉള്ളത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് 5 മാർക്കിൻ്റെയിലേക്ക് ഉള്ളതാണ്. ഡാഷ്ബോർഡിനെ പറ്റിയിട്ടും അതിൻ്റെ കോമ്പോണൻസും 5 മാർക്സ് ആണ്. അപ്പോൾ കൂടുതൽ ഞാൻ ഈ 3 ഏതെങ്കിലും ഒരെണ്ണമാണ്. KPA ഉണ്ട്, ബാലൻസ് സ്കോ കാർഡ് ഉണ്ട്. കൂടുതൽ വരാറുള്ളതാണ്. ഡാഷ്ബോർഡും സ്കോപ്പുള്ളതാണ് കേട്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 2 എന്തെങ്കിലും നോക്കി വെച്ചോളൂ. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് കസ്റ്റമർ ഹാപ്പിനെസ് സർവീസ് എന്താണ്, എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേഷൻസ് എന്താണ്. ഇതിലേതെങ്കിലും 2 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുക കേട്ടോ. നോക്കിക്കോളൂ. മൂവിങ് ടു ലാസ്റ്റ് യൂണിറ്റ് ആണ് പെർഫോമൻസ് അനാലിസിസ്. അതിൽ സ്റ്റെപ്പ് ടു കണ്ടക്ട് എ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയണത് 5 മാർക്കിൻ്റെയിലേക്കൊക്കെ ഉള്ള ടോപ്പിക്കാണ്. അത്രയ്ക്കേ ഉള്ളൂ. ബട്ട് ചില സമയത്ത് അതൊക്കെ SCക്കും വരാം. അപ്പോൾ എന്തായാലും നോക്കി വയ്ക്കുക സ്റ്റെപ്സ് ടു കണ്ടക്ട് എ പെർഫോമൻസ് അനാലിസിസ് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് അനലറ്റിക്സ്, അതും നോക്കി വെച്ചോളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് അനലറ്റിക്സോ അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് സ്റ്റെപ്സ് ടു കണ്ടക്ട് എ പെർഫോമൻസ് അനാലിസിസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഇടാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് അനലറ്റിക്സ്. ഇതുവരെ കഴിഞ്ഞ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് പാടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എന്നാലും അതിൽ എഴുതി ഫലിപ്പിക്കാൻ ഈസിയസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഞാൻ ഒന്നെടുത്ത് പറയുമ്പോൾ ഇതിലേതാ ഈ അനലറ്റിക്സ് യൂണിറ്റ് നമ്പർ 2, അതുപോലെ തന്നെ ഈ BI അത് കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ വേ ഹൗസിൻ്റെ കാര്യങ്ങൾ കുറച്ച് എളുപ്പം തന്നെയാണ്. പിന്നെ റിപ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവ് ലാസ്റ്റ് യൂണിറ്റ്. ഈ പറയുന്ന യൂണിറ്റുകളാണ് വായിച്ച് വേഗം അവസാനിപ്പിക്കാൻ പറ്റുന്ന യൂണിറ്റുകൾ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാർട്ടിൻ്റെ വീഡിയോസും എക്സാം റിലേറ്റഡ് ലൈവ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.